കരയുദ്ധത്തിന് തയ്യാറെടുത്ത അമേരിക്ക ഗാർക്ക് ദ്വീപും ഹോർമൂസ് കടലിടുക്കും പിടിച്ചെടുക്കാൻ കൂറ്റൻ ഓപ്പറേഷനാണ് തയ്യാറെടുക്കുന്നത്. ഇറാനിൽ അതിമാരകമായ കര ഓപ്പറേഷൻ ഉടൻ തന്നെ ഉണ്ടാകും. അമേരിക്കൻ സൈന്യം ഗാർക്ക് ദ്വീപും ഹോർമൂസ് കടലിടുക്കും പിടിച്ചെടുത്തുകൊണ്ടുള്ള അത് നിയന്ത്രണത്തിനാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. പ്രത്യേക ഓപ്പറേഷൻ സേനയുടെയും പരമ്പരാഗത കാലാൾപ്പടയുടെയും റെയ്ഡുകൾ ഉൾപ്പെടുന്ന ഒരു പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിനാണ് ഇവിടെ സന്നാഹങ്ങൾ ഒരുക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇറാനിൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന കര ആക്രമണത്തിന് പെന്റഗൺ തയ്യാറെടുക്കുന്നതായി തന്നെ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പ്രത്യേക ഓപ്പറേഷൻ സേനയുടെയും പരമ്പരാഗത കാലാൾപ്പടയുടെയും റെയ്ഡുകൾ ഉൾപ്പെടുന്ന ഒരു പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിൽ മാത്രമേ ഏതൊരു കര സൈനിക നടപടിയും അവസാനിപ്പിക്കാനാകൂ എന്നതാണ് ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ എടുത്തു പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തൽ. കരസേനയല്ലാതെ തന്നെ അമേരിക്കയ്ക്ക് നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കാൻ കഴിയുമെന്നതാണ് ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. മാത്രമല്ല, മാർക്കോ റൂബിയോ ഇക്കാര്യങ്ങൾ ഇവിടെ തുറന്നു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആസൂത്രണം പുരോഗമിക്കുകയാണ് എന്നും മാത്രമല്ല ഇത് അവസാന നിമിഷത്തിലുള്ള ഒരു ആസൂത്രണമല്ല എന്നതാണ് ഇവർ ഇതിനോടായി തന്നെ പ്രതികരിക്കുന്നത്. പൂർണ്ണ സജ്ജരായ സൈനികർക്കൊപ്പം തന്നെ സീഹോക്ക് ഹെലികോപ്റ്ററുകൾ, അതേപോലെ തന്നെ ഓബ്സ്പ്രേ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ, F-35 യുദ്ധവിമാനങ്ങൾ എന്നിവയുടെ ചിത്രങ്ങൾ അത് ഇവിടേക്ക് സജ്ജമാക്കിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതും. നിലവിൽ മേഖലയിലുള്ള 50,000 അമേരിക്കൻ സൈനികർക്ക് പുറമെയാണ് പുതിയ സംഘത്തിന്റെ വരവ്. ഇത് ഇറാനിലേക്കുള്ള ഒരു കരയുദ്ധത്തിന്റെ സൂചനയാണോ എന്ന ചർച്ചകൾ ശക്തമാകുന്നുണ്ട്. ജപ്പാൻ ആസ്ഥാനമായി തന്നെ പ്രവർത്തിച്ചിരുന്ന USS ട്രിപ്പോളി തായ്വാൻ മേഖലയിൽ പരിശീലനം നിർത്തിവെച്ചുകൊണ്ടാണ് അടിയന്തരമായി തന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിയത്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ നിലവിൽ കരയുദ്ധത്തിനുള്ള സാധ്യതകളെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഇറാനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവസാനിപ്പിക്കുമെന്നായിരുന്നു അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചത്. എങ്കിൽ പോലും സാഹചര്യത്തിൽ അത് മാറുന്നതനുസരിച്ച് കൊണ്ട് തന്നെ തീരുമാനമെടുക്കാൻ പ്രസിഡന്റിന് കൂടുതൽ സൗകര്യം ഒരുക്കാനാണ് സാധ്യതയെന്നും അദ്ദേഹം കൂടുതൽ സൈനിക വിന്യാസം നടക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു സൂചന കൂടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ അമേരിക്കയുടെ കരസേന ആക്രമണം UAE നിന്നായിരിക്കും ആരംഭിക്കുക എന്നതാണ് ഇറാൻ ഇപ്പോൾ ശക്തമായി തന്നെ സംശയിക്കുന്നത്. റഷ്യൻ ഇന്റലിജൻസിനെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം UAE മണ്ണിൽ നിന്നുകൊണ്ട് ഒരു കരയുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത ഇറാൻ തള്ളിക്കളയുന്നില്ല എന്നതാണ്. അമേരിക്കൻ സൈനിക താവളങ്ങൾ UAE-യിലുള്ളത് ഈ സംശയത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. ഇറാന്റെ നിരന്തരമായ മിസൈൽ ആക്രമണങ്ങളിൽ UAE-യുടെ സാമ്പത്തിക ഭദ്രതയുടെയും ടൂറിസം മേഖലയും ബാധിക്കുന്നത് അവരെ കൂടുതൽ തീരുമാനങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നതായും വിലയിരുത്തുന്നു. UAE ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കുചേരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായ സാഹചര്യമാണ് എന്നും വിലയിരുത്തുകയാണ്. ഏകദേശം 45 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് UAE-യിൽ താമസിക്കുന്നത്. ഇത് അവിടുത്തെ ജനസംഖ്യയുടെ 40% വരും. മേഖലയിൽ ഒരു പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ പ്രവാസികളുടെ സുരക്ഷയ്ക്കും തൊഴിലിനും വലിയ രീതിയിലുള്ള അപകടങ്ങൾ സൃഷ്ടിക്കും. കൂടാതെ തന്നെ ഇന്ത്യയുടെ എണ്ണ കയറ്റുമതിയെയും ഇത് ദോഷകരമായി തന്നെ ബാധിക്കും. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി തന്നെ നിരന്തരം ആശയവിനിമയം നടത്തിയതായും പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതായും വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, UAE യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ അത് മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടം തന്നെ മാറ്റി വരയ്ക്കാൻ സാധിക്കുന്ന ഒന്നായി മാറുമെന്നാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.